എന്റെ പ്രിയമുള്ളവരെ, ജീവിതം സുഖിക്കാറുള്ളതല്ല. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. എവിടെയും കേറി വരുമല്ലോ മരണം. മരണത്തിന് കേറി വരേണ്ട സ്ഥലമല്ലാകുമോ, എവിടെയാണ് വരേണ്ടതെന്നറിയില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ചിലപ്പോൾ വിവാഹത്തിന്റെ വീട്ടിലേക്ക് കടന്നു വരാ, പടച്ചവനെ മണിയറക്കകത്തേക്ക് കടന്നു വരാ, അല്ലെങ്കിൽ പ്രസവിച്ച 9.5 മാസക്കാലം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നു മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ചതെന്റെ പ്രിയപ്പെട്ട പൊന്നുപോര് ഒന്ന് കാണുന്നതിന് മുമ്പ് അല്ലാഹു കുഞ്ഞിനെ കൊണ്ടുപോകാ, അല്ലെങ്കിൽ ഉമ്മയെ കൊണ്ടുപോകാ. പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ പരിസരത്തല്ലേ പൊന്നുമോര് ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുപോയത്. അല്ലാഹുവേ പടച്ചവനെ, എനിക്ക് ഓർമ്മയുണ്ട്, വാതിന് വരുമ്പോൾ ആ ചെറുപ്പക്കാരൻ സംസാരിക്കാൻ കഴിവില്ലാത്തവനാട് പടച്ചവനെ എഴുതി തന്നു ഉസ്താദ്, ഒരു സ്വാലിഹായ പെണ്ണിനെ കിട്ടാൻ, ഒരു അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണിനെ കിട്ടാൻ ദുആ ചെയ്യടേ ഉസ്താദ്. പടച്ചവനെ, കഴിഞ്ഞ ആഴ്ചയില്ലോ കല്യാണം കഴിഞ്ഞിട്ട് വിവാഹത്തിന്റെ 4ാമത്തെ രാത്രിയിലോ പടച്ചവരെ തന്റെ ജീവിതത്തിലേക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷയുമായി കടന്നു ചെന്നു വിവാഹത്തിന്റെ 5ാമത്തെ ദിവസം 6 അടി മണ്ണെന്ന് പറയുന്ന ഖബറിലേക്ക് യാത്രയായി പോയ ഒരു ചെറുപ്പക്കാരന്റെ മയ്യത്ത് നമ്മളിൽ പലരും കണ്ടവരല്ലോ. എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് മരണചിന്ത നല്ലതാ പൊന്നുമോനെ. മഹാനായ റബീഅ ഇബ്നു ഹൈസം റളിയല്ലാഹു തആല അൻഹു, റബീഅ റളിയല്ലാഹു തആല അൻഹു നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനാ. പക്ഷേ വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ ഖബർ കുടിച്ചിട്ടിരിക്കുകയാ. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഖബറിനകത്ത് വന്നിറങ്ങിയിട്ട് കടന്ന് കരയുകയാ. പടച്ചവരെ, അവസാനം വൈകുന്നേരം തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഖബറിനകത്തേക്ക് ഇറങ്ങുകയാണ്. റബീഅ റളിയല്ലാഹു തആല അൻഹു ഖബറിനകത്തിറങ്ങിയിട്ട് പിന്നെയും കിടന്ന് കരയുകയാ. ജനങ്ങൾ ചോദിച്ചു, റബീഅ എന്തിനാണ് രാവിലെയും വൈകിട്ടും ഖബറിനകത്ത് കിടന്ന് കരയുന്നത്? റബീഅ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മനുഷ്യ, എപ്പോഴാണ് പോകേണ്ടതെന്നറിയില്ലല്ലോ, എപ്പോഴാണ് പോകേണ്ടതെന്നറിയില്ലല്ലോ. അതുകൊണ്ട് കടന്നു പഠിക്കുകയാണ് റബീഅ. ഞാൻ ഖബറിനകത്ത് കിടന്നിട്ടു പഠിക്കുകയാണെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, പടച്ചറപ്പ് തന്ന ഈ ആയുസുണ്ടല്ലോ, അത് സുഖിക്കാനല്ല, ആസ്വദിക്കാനല്ല, മതിമറന്ന് ജീവിക്കാനല്ല, തോന്നിവാസം കാണിക്കാനല്ല. എന്റെ പ്രിയമുള്ളവരെ, കുടുംബത്തിന് വേണ്ടി ജീവിക്കാനല്ല. എല്ലാവരും ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ്, കുടുംബത്തിന് വേണ്ടിയാണ്. വാപ്പാ, നിനക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കണ്ടോ? നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവേ പടച്ചവരെ, ഈ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം വേണ്ടോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സുഖത്തിനും ആസ്വാദത്തിനും വേണ്ടി അല്ലാഹു തന്ന ആയുസ് നീ പാഴാക്കുമ്പോ പൊന്നുമോനെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ജീവിതം എങ്ങനെ ചെലവഴിക്കണമെന്നറിയുമോ ചെറുപ്പക്കാരാ? പടച്ചറപ്പ് തന്ന ഈ ആയുസ് എങ്ങനെ ചെലവഴിക്കണമെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, ഞാൻ സൗന്ദര്യമില്ലാത്തവനാ നബിയേ. വല്ലാതെ കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കുന്ന സ്വഹാബിയാ. അവിടെന്ന് പറഞ്ഞു, നബിയേ, സ്വർഗത്തിലേക്ക് പോകുന്നതിന് ഈ നിറം തടസ്സമാകുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പഠിച്ചവരെ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ പിടിച്ചിട്ട്, ഇല്ല സഅദ്, നിറമൊരു തടസ്സമല്ല സഅദ്, സ്വർഗത്തിലേക്ക് കടന്നു പോകാ, നിറമൊരു തടസ്സമല്ലെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ
ചോദിച്ചു, നീ ചോദിക്കാനുള്ള കാരണം എന്താ? പടച്ചവനെ, സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഒരു വിവാഹം കഴിക്കണമെന്ന് വല്ലാത്ത മോഹമാ നബിയേ. ഒരാളും എനിക്ക് വിവാഹം കഴിച്ചു തരുന്നില്ല. എനിക്ക് അഴകില്ലാത്തത് കൊണ്ട്, എനിക്ക് സൗന്ദര്യമില്ലാത്തത് കൊണ്ട്, എന്റെ ശരീരം മുഴുവനും കറുത്തത് കൊണ്ട് ആരും എനിക്ക് മക്കളെ കെട്ടിച്ചു തരുന്നില്ല നബിയേ. എനിക്കൊരു വിവാഹം കഴിക്കണമെന്ന് വല്ലാത്ത മോഹമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകനോട് അല്ലാഹുവേ, ആ ചെറുപ്പക്കാരനായ സഅദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഅദ്, ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനുണ്ടല്ലോ, ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ് റബ്ബേ, ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ഒരു മനുഷ്യന്റെ വീട് പറഞ്ഞു കൊടുക്കുകയാണ്. അംർ ഇബ്നു വഹബ് എന്ന് പറയുന്നു, ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ഉണ്ടല്ലോ, ആ മനുഷ്യന്റെ വീട് പറഞ്ഞു കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഅദ്, ആ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ടു അദ്ദേഹത്തിന്റെ സുന്ദരിയായ മകള്, നീ പെണ്ണ് ചോദിക്കു സഅദ്, ഞാൻ വിവാഹം കഴിച്ചു തരാ പറഞ്ഞു എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിടുന്നു. അംർ ഇബ്നു വഹബ് എന്ന് പറയുന്നു, ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനുണ്ടല്ലോ, ഏറ്റവും വലിയ കോടീശ്വരനുണ്ടല്ലോ, ആ മകന്റെ, ആ മനുഷ്യന്റെ കൊട്ടാരത്തിന്റെ മുന്നിലേക്ക്, അംർ ഇബ്നു വഹബിന്റെ കൊട്ടാരത്തിലേക്ക് അല്ലാഹുവേ, സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കടന്നു ചെല്ലുകയാ. എന്നിട്ട് എന്തേ എന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, നിങ്ങളുടെ പൊന്നുമോളെ എനിക്ക് വിവാഹം കഴിച്ചു തരാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുകയോ. അംർ ഇബ്നു വഹബിന് വല്ലാത്ത ദേഷ്യം തോന്നി. കറുത്ത കരിക്കട്ടയെ പോലെ ഇരിക്കുകയാണ്. പടച്ചവനെ, വല്ലാത്ത ഒരു നിറമോ അല്ലാഹുവേ അവിടെ നാട്ടിയോടിക്കുകയാണ്. എന്റെ മകളെ നിനക്ക് വിവാഹം കഴിച്ചു തരില്ലെന്ന് പറഞ്ഞു അംർ ഇബ്നു വഹബ് എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ നാട്ടിയോടിക്കുമ്പോൾ, ആ മനുഷ്യന്റെ സുന്ദരിയായ പൊന്നുമോളുണ്ടല്ലോ, വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന, ഉപ്പോ, എന്തിനാണ് ആ ചെറുപ്പക്കാരനെ ആട്ടിയോടിച്ചത്? എന്തിനാ വാപ്പോ? അവന് സൗന്ദര്യമില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് സമ്മതമാ വാപ്പോ. ആ ചെറുപ്പക്കാരന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിടണമെങ്കിലോ അതിനൊരു കാരണമില്ലാതെ പറഞ്ഞു വിടില്ല വാപ്പോ. എനിക്ക് ആ മനുഷ്യനെ വിവാഹം കഴിക്കാ സമ്മതമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ പോയി പറയുമ്പോ അംർ ഇബ്നു വഹബ് എന്ന് പറയുന്ന കോടീശ്വരനുണ്ടല്ലോ, ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഓടുകയാണ്. ഓടിച്ചെന്ന് കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ, ചുമ്മാതെ പറയുകയാണെന്ന്, കള്ളം പറയുന്നതാണെന്ന് കരുതി നബിയേ, എനിക്കെന്റെ പൊന്നുമോളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ സമ്മതമാണെന്ന് പറയുമ്പോ സഅദ് റളിയല്ലാഹു തആല വല്ലാത്ത സന്തോഷത്തിലാണ്, വല്ലാത്ത സന്തോഷത്തിലാ. അവസാനം അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്നിട്ട്, യാ റസൂലല്ലാഹ്, മഹർ കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല നബിയേ, ഞാൻ പാവപ്പെട്ടവനാ നബിയേ, ഈട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ ഒന്നുമില്ല നബിയേ. സഅദ് റളിയല്ലാഹു തആല അൻഹു, സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പറയുമ്പോ പ്രവാചകൻ പറഞ്ഞു, മഹാനായ സയ്യിദുനാ ഉസ്മാൻ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, മൂന്ന് സഹാബത്തിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. 200 ദിർഹം വെച്ച് നീ വാങ്ങിക്കോ. അല്ലാഹുവേ, സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 3 സഹാബത്തിന്റെ വീടിന്റെ മുന്നിലെത്തി. പടച്ചവരെ, അവിടെ നിന്ന് ദിർഹം വാങ്ങി. പടച്ചറപ്പേ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. പ്രവാചകൻ പറഞ്ഞു, നാളെ നിന്റെ വിവാഹമാ, നാളെ
നിന്റെ വിവാഹമാണ്, അതുകൊണ്ട് നീ പോയിട്ട് അല്ലാഹുവേ വിവാഹത്തിന് ആവശ്യമുള്ള സാധനം വാങ്ങൂ, മഹർ കൊടുക്കണമല്ലോ, വസ്ത്രം വാങ്ങണമല്ലോ. അതുകൊണ്ട് പട്ടണത്തിലേക്ക് പോയിട്ട് അല്ലാഹുവേ പുതുമണവാളനോട് വസ്ത്രം വാങ്ങാ പറഞ്ഞു വിടുമ്പോ സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവേ എത്ര കൊല്ലത്തെ അഭിലാഷമാ, ഒരു സുന്ദരിയായ പെണ്ണിനെ കിട്ടി. വളരെ ആഗ്രഹത്തോടു കൂടി പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. വസ്ത്രം വാങ്ങാ കടന്നു ചെല്ലുമ്പോ ആരോ വിളിച്ചു പറയുകയാ, ഇസ്ലാമിനെതിരെ ശത്രുക്കൾ കടന്നു വരികയാണ്, യുദ്ധത്തിന് തയ്യാറെടുക്കണേ, യുദ്ധത്തിന് തയ്യാറെടുക്കണേ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെവിയിലേക്ക് യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആ വിളിച്ചു പറയുന്ന വിളിയങ്ങ് കേൾക്കുമ്പോ പിന്നെ ചിന്തിക്കാനൊന്നുമില്ലായിരുന്ന ചെറുപ്പക്കാരാ, നാളെ തന്റെ കല്യാണമാണെന്നങ്ങ് മറക്കുകയാ. പെട്ടെന്ന് ചെന്നിട്ടൊരു കുതിരയെ വാങ്ങി, ഒരു വാളും വാങ്ങി, ഒരു പല്ലാകുവേ പടച്ചവനെ ഒരു തലപ്പാവ് വാങ്ങി, ഒരു പടയങ്ങിയും വാങ്ങി. എന്നിട്ട് കുതിരയുടെ മുകളിലേക്ക് കയറിയിട്ട് തുണി കൊണ്ട് കണ്ണല്ലാതെ ബാക്കി മുഴുവനും അങ്ങ് മറക്കുകയാ. കണ്ണ് രണ്ട് മുടിച്ചട്ട് ബാക്കി മുഴുവനും പടച്ചറപ്പേ വാങ്ങുന്ന തുണി കൊണ്ടങ്ങ് ചുറ്റിക്കെട്ടുകയാണ്. എന്നിട്ട് യുദ്ധക്കളത്തിലേക്ക് പായുകയാ. ശത്രുക്കളെ ഇടയിലേക്ക് പാഞ്ഞിറങ്ങിയിട്ട് ശത്രുക്കളെ മുഴുവനും അല്ലാഹുവേ വെട്ടിമുറിക്കുകയാ. സഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ നോക്കുകയാണ്. ആരാ പടച്ചവര്, ആരാ പടച്ചവര്? എല്ലാവരും ചോദിക്കുന്നു, ആ ചെറുപ്പക്കാരൻ ആരാ? അവൻ മനുഷ്യനാണോ മലക്കാണോ? ശത്രുക്കളെ മുഴുവനും വെട്ടിമുറിച്ചുകൊണ്ട് ശത്രുവിന്റെ മധ്യഭാഗത്തേക്ക് പാഞ്ഞു പോകുന്ന ഒരു ചെറുപ്പക്കാർ. എന്റെ പ്രിയമുള്ളവര്, യുദ്ധം കഴിഞ്ഞു, സഹാബത്ത് ഷഹീദായവരുടെ ഇടയിലൂടെ നടന്നു പോകുമ്പോ ഈ ചെറുപ്പക്കാരൻ ആരാണെന്നറിയണമല്ലോ. ശത്രുക്കളെ മുഴുവനും വെട്ടി നുറുക്കിയോ. ഈ ചെറുപ്പക്കാരൻ ആരാണെന്നറിയാ കടന്നു ചെന്നു അല്ലാഹുവേ നോക്കുമ്പോ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുകയാണ്. മുഖത്തിട്ടിരിക്കുന്ന തുണിയങ്ങ് മാറ്റുമ്പോ സഹാബത്ത് അത്ഭുതപ്പെടുകയോ, സഹാബത്ത് അത്ഭുതപ്പെടുകയാണ്. ഓടി വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ആ ചെറുപ്പക്കാരൻ ആരെന്നറിയുമോ നബിയേ? മുഖം മറച്ചിട്ട് ശത്രുവിന്റെ ഇടയിലേക്ക് പാഞ്ഞുപോയ ആ ചെറുപ്പക്കാരൻ ആരെന്നറിയുമോ? അത് സഅദാ നബിയേ, സക്കറാത്തിന്റെ അവസ്ഥയിലാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്തേക്ക് ചെല്ലുകയാ. അല്ലാഹുവേ, നാളെ വിവാഹമാ, പടച്ചവരെ സ്വപ്ന ജീവിതത്തിലേക്ക് കിടക്കേണ്ടവനാ, പുതുവസ്ത്രം വാങ്ങാ റസൂലുള്ളാഹി പറഞ്ഞു വിട്ട ചെറുപ്പക്കാരനാ. മുഖമിങ്ങനെ മറച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ചോദിച്ചു, സഅദേ, നാളെ നിന്റെ കല്യാണമല്ലേ സഅദേ? നാളെ നിന്റെ വിവാഹമായിരുന്നല്ലോ സഅദേ? ആ ചെറുപ്പക്കാർ എന്തിനാ നീ മുഖം മറച്ചതെന്ന് ചോദിക്കുമ്പോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്നെ കണ്ട, എന്നെ എങ്ങാനും നബിയെ അങ്ങ് കണ്ട എനിക്ക് യുദ്ധം ചെയ്യാൻ അനുവാദം തരില്ലല്ലോ. എന്റെ വിവാഹമാണല്ലോ, മടക്കി വിടുമെന്ന് എനിക്കറിയാ നബിയേ, അതുകൊണ്ടാണ് മുഖം മറച്ചത്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിൽ കിടക്കുമ്പോ പ്രവാചകനോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, യാ റസൂലല്ലാഹ്, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ എല്ലാവരും എന്റെ സമ്പത്ത് കൊടുത്തു, എന്റെ മക്കളെ കൊടുത്തു, എന്റെ കുടുംബം കൊടുത്തു, എന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ കൊടുത്തു. നാളെ പടച്ചറപ്പ് പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഞാൻ തന്ന ആയുസ് എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവേ, നിന്റെ ദീനിനു വേണ്ടി കൊടുത്തുറപ്പേ എന്ന് പറയാ കഴിയുമല്ലോ നബിയേ. എന്റെ പ്രിയമുള്ളവര്, അവസാനം സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിൽ കിടന്ന് മരണപ്പെടുകയാ. സഹാബത്ത് മുഴുവനും ഇങ്ങനെ നിൽക്കുമ്പോ പടച്ചവരെ, പ്രവാചകന് പുഞ്ചിരിച്ചുകൊണ്ട് മുഖമങ്ങ് തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പുഞ്ചിരിച്ചുകൊണ്ട് മുഖമങ്ങ് തിരിക്കുകയാ. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്,
മയ്യത്തിന്റെ മുന്നിൽ നിന്ന് എന്തിനാ നബിയെ ചിരിച്ചത്? നബിയെ ചിരിക്കാനുള്ള കാരണമെന്താ? മുഖം തിരിക്കാനുള്ള കാരണമെന്താ? അവിടെന്ന് പറഞ്ഞു സഹാബ, സ്വർഗത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, സ്വർഗത്തിലെ ഹൂറിലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, ഈ ചെറുപ്പക്കാരന്റെ മയ്യത്തിന് വേണ്ടി പരസ്പരം തമ്മിലടിക്കുകയാണ്. ആ തമ്മിലടിക്കുന്ന രംഗത്തിൽ ഒരു പെണ്ണിന്റെ കാലങ്ങ് വെളിവായി സഹാബ. അത് കണ്ടപ്പോഴാണ് ഞാൻ എന്റെ തല തിരിച്ചതെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു. പാതിരാത്രി ഒരുമിച്ച് കൂടി യുവത്തവേ പോടോ മോനെ, ജന്നാത്തിൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം നിനക്ക് വേടോ. വമിനന്നാസി മയ്യശ്രീ നഫ്സഹു ബിത്തിഗാ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. നിന്റെ ജീവിതം അല്ലാഹുവിന് കൊടുക്കാൻ കഴിയുമോ? നിന്റെ ആയുസ്സുണ്ടല്ലോ, ചെറുപ്പ് തന്നിരിക്കുന്ന ഈ ജീവിതമുണ്ടല്ലോ, അത് അല്ലാഹുവിന് കൊടുക്കാൻ കഴിയുമോ? പകരം സ്വർഗ്ഗം തരാമെന്ന് അല്ലാഹു പറയുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് മോനെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാണ്, ഒരു ചെറുപ്പക്കാരന്റെ മകത്വം നിനക്കറിയുമോ? നിന്റെ വില എന്താണെന്ന് നിനക്കറിയുമോ? അല്ലാഹുവിന്റെ റസൂല് അവിടെന്ന് പറയുന്നു സഹാബ, ഇന്ന ലില്ലാഹി തആല ഇബാദുൻ യുദഉ ലഹും യൗമൽ ഖിയാമത്തിൽ മനാദീർ യഖഅദൂന അലൈഹാ ഹും കമുൽ ലിബാസുഹും ഹരീർ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്തെ കോടാനുകോടി ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് നിൽക്കുമ്പോ ഒരു സിംഹാസനം കൊണ്ടുവരികയാണ്. ഒരു സ്വർണത്തിന്റെ സിംഹാസനം, പട്ടുവസ്ത്രങ്ങളെ കൊണ്ടുവരികയാ. അല്ലാഹുവിന്റെ പരലോകത്ത് കൊണ്ടുവന്ന് വിൽക്കുകയാണ്. എല്ലാവരും അതിലേക്ക് നോക്കുകയാ. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആയിരിപ്പടമാർക്കാ നബിയേ? പ്രവാചകന്മാർക്കാണോ നബിയേ? സുഹദാക്കൾക്കാണോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ല, ആ സിംഹാസനം കാണുമ്പോ അവര് പോലും ആഗ്രഹിക്കുന്നു, അല്ലാഹ് അതെനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിലോ. അവര് പോലും ആഗ്രഹിക്കുന്ന സിംഹാസനമാ. അല്ലാഹുവിന്റെ റസൂലിനോട് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് ചോദിച്ചു, നബിയേ ആർക്കുള്ളതാ നബിയേ? ആ സുന്നത്തിന്റെ സിംഹാസനം ആർക്കുള്ളതാ നബിയേ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അത് ആർക്കുള്ളതെന്നറിയുമോ? മോനെ, നിന്റെ ആത്മാർത്ഥ സുഹൃത്തിനുള്ളതാ. നീ എപ്പോഴും പറയും ഇവൻ എന്റെ ആത്മാർത്ഥ സുഹൃത്താണെന്ന്. ആരാടാ നിന്റെ ആത്മാർത്ഥ സുഹൃത്ത്? പഠിച്ചവരെ, പള്ളിയുടെ മുന്നിൽ അസർ നമസ്കരിക്കാൻ പോകുമ്പോ ബൈക്ക് കൊണ്ടുവന്നിട്ട് സ്കൂളിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ടുകാരനല്ലോ. പഠിച്ചവനെ ട്യൂട്ടോറിയുടെ മുന്നില്, ബസ് സ്റ്റോപ്പിന്റെ മുന്നില് പഠിച്ചവനെ കളിക്കുന്നതിന് വേണ്ടി അല്ലാഹുവേ നല്ല കാര്യം ചെയ്യാൻ പോകുന്ന കൂട്ടുകാരനെ വിളിച്ചു കൊണ്ടുപോകുന്നവനാടോ? പഠിച്ചവരെ, നമ്മളെ പറയും ഇവൻ എന്റെ ആത്മാർത്ഥ സുഹൃത്താണെന്ന്. എന്റെ പ്രിയപ്പെട്ട ഉപ്പോ, എങ്കിലും നിന്റെ ആത്മാർത്ഥ സുഹൃത്ത് ജീവിതത്തിൽ ഇന്ന് വരെ ഒരിക്കലെങ്കിലും നിന്നെ കാണുന്ന ദിവസം, നിന്നെ കണ്ട സമയത്ത് സുബഹി നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച ഏത് കൂട്ടുകാരനാ ഉള്ളത്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ആത്മാർത്ഥ സുഹൃത്തെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയുവോ? ഇവൻ എന്റെ ആത്മാർത്ഥ സുഹൃത്താണെന്ന് ഞാനും നിങ്ങളും പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ആരെന്നറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, ഉഹദിന്റെ രണാങ്കണത്തിലെ യുദ്ധം കിടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, ഉഹദിന്റെ രണാങ്കണത്തിലെ ആളെ യുദ്ധമാണ്. സഹാബത്ത് മുഴുവനും തയ്യാറെടുക്കുകയാ. പാതിരാത്രിയിൽ പടച്ചെറുപ്പേ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു പാതിരാത്രി തന്റെ വീട് വിട്ട് വെളിയിലേക്ക് ഇറങ്ങുകയാ. എന്നിട്ട് തന്റെ ഏറ്റവും വലിയ ആത്മാർത്ഥ സുഹൃത്തിന്റെ വീടിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ്
വക്കാസ് ആത്മാർത്ഥ സുഹൃത്തുക്കളോ, രണ്ടുപേരും ആത്മാർത്ഥ സുഹൃത്തുക്കളോ. പാതിരാത്രി വീട്ടിൽ കടന്നു ചെന്നിട്ട് അവിടെ നിന്ന് വിളിക്കുന്നു സഅദ് ഇബ്നു അബീ വഖാസ്, കൂട്ടുകാരാ എന്റെ കൂടെയൊന്ന് വരുവോ, എന്റെ കൂടെയൊന്ന് വരുവോ. പാതിരാത്രി തന്റെ കൂട്ടുകാരനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കുകയാണ്. രണ്ടുപേരും കൂടെ കടന്നു ചെന്നു, പൊതുവെടുക്കാൻ പറഞ്ഞു പൊതുവെടുത്തു. എന്നിട്ടല്ലോ അബ്ദുല്ലാഹി ഇബ്നു ജഖ്ശ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഇമാമത്ത് നിന്ന് 2 റക്അത്ത് നമസ്കരിക്കുകയാ. നമസ്കാരം കഴിഞ്ഞപ്പോ അവിടെ നിന്ന് തിരിഞ്ഞിരുന്നിട്ട് തന്റെ ആത്മാർത്ഥ കൂട്ടുകാരന്റെ കയ്യിൽ പിടിച്ചിട്ട് അവിടെ നിന്ന് പറയുന്നു, കൂട്ടുകാരാ ഞാൻ ദുആ ചെയ്യാ പോവുകയാ, ഞാൻ ദുആ ചെയ്യാ പോവുകയാ. നീ മനസ്സറിഞ്ഞിട്ട് ആമീൻ പറയണേ, നീ ആത്മാർത്ഥമായി ആമീൻ പറയണേ. എന്നിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹ് നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങുകയാ പടച്ചവരെ. എന്നെക്കാളും യോദ്ധാവായ, എന്നെക്കാളും ആരോഗ്യമുള്ള ഒരു എതിരാളി എനിക്ക് തരണേ അല്ലാഹ്. അവൻ എന്റെ കൈ രണ്ടും മുറിക്കടേ പടച്ചവര്, എന്റെ കാല് വെട്ടി മുറിക്കടേ പടച്ചവര്, എന്റെ ചെവി മുറിക്കണേ അല്ലാഹ്, എന്റെ കണ്ണ് ചൂടുന്നെടുക്കടേ അല്ലാഹ്, എന്റെ ശരീരം മുഴുവനും വെട്ടി മുറിക്കണേ അല്ലാഹ്. തന്റെ പ്രിയ കൂട്ടുകാരൻ ആമീൻ പറയാ മടിക്കുകയോ. സഅദ് ഇബ്നു അബീ വഖാസിന്റെ കയ്യിൽ പിടിച്ചിട്ട് അവിടെ നിന്ന് പറയുന്നു, ആത്മാർത്ഥ സുഹൃത്തേ ഒന്ന് ആമീൻ പറയുവോ, ഒന്ന് ആമീൻ പറയുവോ. നാളെ പടച്ചറപ്പിന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കേണ്ടവരല്ലോ. അവിടെ നിന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹ് എന്റെ കാല് രണ്ടും മുറിക്കടേ അല്ലാഹ്. കൂട്ടുകാരൻ പുറകിലിരുന്നു ആമീൻ. എന്നിട്ട് അവസാനം അല്ലാഹുവിനോട് പറയുന്നു, റബ്ബേ ഇനി തിരിച്ചെന്നെ എന്റെ വീട്ടിലേക്ക് മടക്കല്ലേ അല്ലാഹ്. ഈ കൂട്ടുകാരൻ സാക്ഷിയാ പടച്ചവര്, ഈ കൂട്ടുകാരൻ സാക്ഷിയാ പടച്ചവര്. എന്റെ പ്രിയമുള്ളവരെ, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ തെരഞ്ഞിട്ട് നടക്കുകയാ. സുബ്ഹാനല്ലാഹ്. ഓടിച്ചെല്ലുമ്പോ തന്റെ കൂട്ടുകാരനെ കാണുകയാ. കാല് രണ്ടും മുറിച്ചിട്ടുണ്ട്, കൈ മുറിച്ചിട്ടുണ്ട്, അല്ലാഹുവേ ചെവി മുറിച്ച് മാറ്റിയിട്ടുണ്ട്, ശരീരം മുഴുവനും 72ഓളം വെട്ടുകളെ കൊണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഓടിച്ചെന്ന് തന്റെ കൂട്ടുകാരന്റെ തലയെടുത്ത് മടിയിൽ വെച്ചപ്പോ അവിടെ നിന്ന് പറയുന്നു, സഅദേ നാളെ പടച്ചറപ്പിന്റെ മുന്നിലെത്തുമ്പോ നീ എനിക്ക് സാക്ഷി നിൽക്കണേ സഅദേ. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഇതാ പൊന്നുപോരോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമിനോട് ഓർമ്മപ്പെടുത്തുകയാ, അല്ലാഹു തന്ന ആയുസ് പാഴാക്കല്ലോ, അല്ലാഹു തന്ന സമയം പാഴാക്കല്ലോ. വമിനന്നാസി മയ്യസിരി നഫ്സഹു ബുതിഗാ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. പടച്ചറപ്പ് തന്ന നിന്റെ ഈ ആയുസുണ്ടല്ലോ, നിന്റെ ഈ ജീവിതമുണ്ടല്ലോ, ഇത് പടച്ചറപ്പിന് നീ കൊടുത്താ അല്ലാഹു നിനക്ക് ജന്നാത്തിൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബ അല്ലാഹു കൊടുത്തിരിക്കുന്ന ആയുസുണ്ടല്ലോ, അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ ജീവിതമുണ്ടല്ലോ, ആരല്ലാഹുവിന് കൊടുക്കുന്നുണ്ടോ അവന് ഫിർദൗസിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തന്നിരിക്കുന്ന ഈ ജീവിതമുണ്ടല്ലോ, എന്റെ പ്രിയമുള്ളവരെ ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാൻ കഴിയുമോ, നിന്റെ ജീവിതം അല്ലാഹുവിന് വേണ്ടിയാണ്. ഈ വഅദ് പറയുന്ന സിറാജിന് ഈ 31 കൊല്ലത്തെ ഈ ആയുസ് റബ്ബിനാണ് കൊടുത്തതെന്ന് പറയാൻ എനിക്ക് കഴിയില്ലല്ലോ.
എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം അല്ലാഹുവിന് കൊടുക്കണം. പടച്ചറപ്പ് തന്ന ഈ ആയുസ് പടച്ചറപ്പിന് കൊടുത്താല് എന്റെ പ്രിയമുള്ളവരെ, ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ നിനക്ക് കടക്കാകടിയോ? എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും അല്ലാഹു തന്ന ആയുസ് ഇങ്ങനെ വെറുതെ കളയുകയാ. ഒരു വിലയും നൽകാറില്ലല്ലോ, സമയത്തിനൊരു വിലയില്ലല്ലോ, പാഴാക്കി കളയുന്നവരാണല്ലോ. എങ്കിൽ ഈ സമയത്തിനൊരു വിലയുണ്ട് ചെറുപ്പക്കാരാ. ഈ സമയത്തിന്റെ വില മനസ്സിലാകുന്നത് എപ്പോഴെന്നറിയുമോ? ചുമ്മാതെ തള്ളിക്കളയുന്ന, നിസാരമായി തള്ളിക്കളയുന്ന ഈ സമയത്തിന്റെ വില നിനക്ക് തിരിയുന്നത് എപ്പോഴെന്നറിയുമോ? അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അസ്റായിലിനെ കാണുന്ന സമയമുണ്ടല്ലോ, അസ്റായിലിനെ കാണുന്ന സമയമുണ്ടല്ലോ. പടച്ചവരേ, വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഈ പാഴാക്കി കളയുന്ന സമയത്തിന്റെ വില നിനക്ക് മനസ്സിലാകുന്നത് എപ്പോഴെന്നറിയുമോ? ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. അസ്റായില് നിന്നെ കൊണ്ടുപോകാൻ വരുന്ന സമയമുണ്ടല്ലോ, അപ്പോഴാണ് തിരിയുന്നത്, അപ്പോഴാണ് മനസ്സിലാകുന്നത്. അവിടെ കടന്നിട്ട് നീ തെണ്ടുന്നു അസ്റായില്. ഒരു നിമിഷം അസ്റായില്, ഒരു സെക്കൻഡ് അസ്റായില്. ഞാനും നിങ്ങളും മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഒരു നിമിഷത്തിന് വേണ്ടി അല്ലാഹുവേ കടന്ന് യാചിക്കുമെന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പാഴാക്കി കളയുന്ന സമയത്തിന് വല്ലാത്ത വിലയാ. അല്ലാഹു തന്നിരിക്കുന്ന ആയുസ് നിനക്ക് സുഖിക്കാനാണെന്ന് നീ കരുതുന്നുണ്ടോ? നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനാണെന്ന് തോന്നുന്നുണ്ടോ? അല്ലാഹു തന്നെ എന്നോടും നിങ്ങളോടും ചോദിക്കുകയാ. അല്ലാഹു ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് ചോദിക്കുന്നത്, ഒരു താക്കീതിന്റെ സ്വരത്തിലാണ് ചോദിക്കുന്നത്. ഏ മനുഷ്യ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചെറുപ്പക്കാരാ, അല്ലയാ മോനെ ചോദിക്കുന്നത്, അല്ലാഹു തന്നെയാ ചോദിക്കുന്നത്. നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സുഖിക്കാനാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല ചെറുപ്പക്കാരാ, നിനക്ക് തോന്നുന്നത് പോലെ തിന്ന് കുടിച്ചു ആസ്വദിച്ച് നടക്കാനല്ല അല്ലാഹു നിന്നെ സൃഷ്ടിച്ചതെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഇവിടത്തെ പള്ളിക്കാട്ടിൽ നിന്ന് എഴുന്നേറ്റ് പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കൊടികുത്തി വെച്ച് ഇടഞ്ഞും നടന്ന കുഷ്ഠരോഗിയെ പോലെ ഉകുതമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു പോകുമല്ലോ. വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാത്ത പരലോകമാണല്ലോ. ഒരു പെണ്ണ് പ്രസവിച്ച വേദന അറിയാത്ത പരലോകമാണല്ലോ. പിഞ്ചു കുഞ്ഞുങ്ങൾ പേടിച്ചിട്ട് മുടി നിറച്ചു പോകുന്ന പരലോകമാണല്ലോ. തലച്ചോറ് തിളച്ചിട്ട് മുഖത്ത് കൂടെ ഒലിച്ചിറങ്ങുന്ന പരലോകമാണല്ലോ. തലയുടെ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പരലോകമാണല്ലോ. എല്ലാവരും തലതാറ്റി പിടിച്ച് കരയുന്ന പരലോകമാണല്ലോ. നരകത്തെ കാണുന്ന പരലോകമാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ആ പരലോകത്ത് വെച്ച് അല്ലാഹു മനുഷ്യരോട് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്തെന്നറിയോ ചെറുപ്പക്കാരാ? നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു ചൊല്ലുമ്പോൾ അല്ലാഹു ഒന്നാമതായി പടച്ചറപ്പ് ഒന്നാമതായി ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയുവോ? ഞാൻ തന്ന ആയുസ് നീ എന്തിനു വേണ്ടി ചെലവഴിച്ച ചെറുപ്പക്കാരോ? നിന്റെ ജീവിതം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചോ? പടച്ചറപ്പ് ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിന് മറുപടി പറയാതെ വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാ കഴിയില്ല മുസ്ലിമേ. അങ്ങനെ ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. അന്നോടാ കഴിയില്ലല്ലോ. കാലനക്കണമെങ്കിൽ അല്ലാഹു തീരുമാനിക്കണം. അങ്ങനെ ഒരു ദിവസം നിനക്ക് വരാനുണ്ട് ചെറുപ്പക്കാരാ. ആ പരലോകത്ത് വെച്ച് നീ നരകം കാണുന്ന ഒരു സമയമുണ്ട്. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കുന്ന മലക്കും തന്റെ അനുയായികളും പടച്ചുറപ്പേ വൈദാ റഅത്തഹും മിൻ മകാനിൻ ബഈദ്
ശദീദ് സമിഉ ലഹാ തഗയ്യുലൻ വസഫീറാ. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കെന്ന മലക്കും തന്റെ അനുയായികൾ നരകത്തിന്റെ ഒരു ഭാഗത്ത് 70,000 ചങ്ങലയിൽ കെട്ടുകയോ, ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകളോ, ഒരു ചങ്ങലയിൽ ഒരു കുളത്തിന്റെ വലിപ്പം ഈ പ്രപഞ്ചത്തിനെക്കാളും വലുതോ. കോടാലി കോടി മലക്കുകൾ കരഞ്ഞു വിളിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് അവന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന കാഴ്ച കാണുമ്പോ എന്റെ പ്രിയമുള്ള മുസ്ലിമേ, നീ അവിടെ ഇരുന്നു കൊണ്ട് റബ്ബിനോട് പറയുന്നത് റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ. അവിടുന്ന് പറയുന്നു, അല്ലാ കണ്ടു പടച്ചവര്, എന്റെ കണ്ണുകൊണ്ട് കണ്ടു പടച്ചവര്, നരകത്തിന്റെ തീ കണ്ടു പടച്ചവര്, നരകത്തിന്റെ ആഴം കണ്ടു പടച്ചവര്, നരകത്തിന്റെ വിളികേട്ട് പടച്ചവര്, അതുകൊണ്ട് ഫർജിഅനാ ഒരവസരം കൂടെ തരുമോ അല്ലാ, ഒരവസരം കൂടെ തരുമോ അല്ലാ, ഒരു ചാൻസ് കൂടെ തായെന്ന് നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് കിടന്ന് യാചിക്കുമെന്ന് ഖുർആൻ പറയുന്നു.